പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ്റെ അയ്യപ്പ ഭക്തി നമ്മൾ കണ്ടു. അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങുന്നു, അയ്യപ്പനെ വാഴ്ത്തി സംസാരിക്കുന്നു, ശബരിമല അതിനെക്കുറിച്ചും വാഴ്ത്തി സംസാരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? അത്രത്തോളം കാനനവാസനോട്, പൊന്നമ്പല വാസനോട് അതിര് കവിഞ്ഞ ഭക്തിയുള്ള ആളായി പിണറായി വിജയൻ മാറുന്നു. വെള്ളാപ്പള്ളിയും പറഞ്ഞു പിണറായി അയ്യപ്പ ഭക്തനാണ് എന്ന്. അതിന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലോ അദ്ദേഹം അയ്യപ്പ ഭക്തനല്ല. അപ്പോൾ ഒരു വേറൊരു സ്കെയിലിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉത്തമനായ അയ്യപ്പ ഭക്തൻ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. എനിക്കതിനകത്തൊരു സംശയമില്ല. കാര്യം നമ്മളൊക്കെ ശബരിമലയിൽ പോകുമ്പോഴത്തേക്കും വ്രതം എടുക്കുമ്പോഴത്തേക്കും അയ്യപ്പനെ ആലോചിക്കുന്നു. ഇദ്ദേഹം 365 ദിവസവും 24 മണിക്കൂറും അയ്യപ്പനെ പറ്റി ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭഗവാന്റെ പ്രീതിക്ക് ശരണം തന്നെ വേണമെന്നില്ല, ഭഗവാനെ ഓർക്കുന്നവരടുത്തൊക്കെ ഭഗവാന് പ്രീതിയാണ്. ഏത് രീതിയിലും വേണമെങ്കിലാകാം. അല്ല, ഏറ്റവും കൂടുതൽ ഭഗവാന് പ്രീതി ഉണ്ടാകുന്നത് വിരുദ്ധ ഭക്തിയിലാണ്. വിരോധ ഭക്തിയാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ പ്രിയമുണ്ടാകുന്നത്. നമ്മൾ ഭഗവാനുമായിട്ട് പല രീതിയിലും നമുക്ക് ഭക്തി പല രീതിയിലും നമുക്ക് പ്രകടിപ്പിക്കാം. വിരുദ്ധ ഭക്തിയും ഇല്ലെങ്കിൽ വിപരീത ഭക്തിയും. രാജയോഗത്തിൽ വിപരീത രാജയോഗമാണ് ഏറ്റവും വലുതെന്ന് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഭക്തിയിലും വിപരീത ഭക്തിയാണ് ഏറ്റവും ഉത്തമമായ ഭക്തി. അത് കിട്ടാൻ വളരെ പാടുമാണ്. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിനകത്തൂടെ പിണറായി വിജയന് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് ആദ്യം എത്തുന്നത് ഇദ്ദേഹം തന്നെയായിരിക്കും, ഒരു സംശയമില്ല. ഉടനെ ആവണ്ടെന്നേ ഉള്ളൂ, എത്തുമ്പോഴത്തേക്ക് എത്തുന്നവരിൽ ഒരാൾ അദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഈ നമ്മുടെ MA ബേബിയുടെ ഒഴിവിൽ നമ്മുടെ പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. മതാതീതമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അവിടെ ഉള്ളത്. ഹിന്ദു മതത്തിലല്ലേ അയ്യപ്പനുള്ളൂ, എല്ലാ മതത്തിലും അയ്യപ്പനുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനകത്തും അയ്യപ്പന് പ്രവേശനമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യപ്പനെ എല്ലാവരെയും ചെന്ന് കാണാം. അയ്യപ്പനെ ആരെയും ഒരു ബാറും ഇല്ല, എല്ലാവർക്കും പോയി കാണാം. അയ്യപ്പൻ എന്തായാലും ആരെയും ചെന്ന് കാണാറില്ല. അപ്പോൾ പിന്നെ തടസ്സങ്ങളില്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഭഗവാനെ കാണാം, ഭഗവാന്റെ അടുത്ത് പോകാം, സായുജ്യത്തിലായി, അതിനൊക്കെ ഒരു കുഴപ്പമില്ല. ഈ ഒരു പിണറായിയുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് നമ്മൾ കാണുന്നത് ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോവുകയും യുവതി പ്രവേശനത്തിന് ഉള്ള അനുവാദം വാങ്ങുകയും അത് 2 മാളികപ്പുറത്തിനെ അങ്ങോട്ട് കയറ്റി അതിനെ അശുദ്ധമാക്കിയെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് ശേഷം നമ്മൾ നിയമപ്രകാരം സുപ്രീം കോടതിയുടെയും സംസ്ഥാന പോലീസിൻ്റെയും നിയമപ്രകാരം ഒരു സ്ത്രീ അവിടെ ശബരിമലയിൽ പോകാൻ തയ്യാറായാൽ അവർക്ക് സർവ്വ സംരക്ഷണവും കൊടുക്കേണ്ടതാണ്. എന്താ ഈ 2 കോടി സ്ത്രീകളിൽ ആരും ഇതുവരെ പോയില്ല? അതിനുശേഷം ഈ 2 പേരെ കയറ്റി ഒരു ടോക്കൺ പ്രൊട്ടസ്റ്റിന് ശേഷം പിന്നീട് ഒരു 3ാമതൊരാൾ എന്തുകൊണ്ട് അവിടെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായില്ല? അതിനുള്ള ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ? അതിനകത്തുള്ള പൊളിറ്റിക്കൽ വില്ലില്ലാത്തതുകൊണ്ടാണോ? ഇല്ല, പിണറായി പരമഭക്തനായതുകൊണ്ട് തന്നെയാണ് കാരണം. 2 പേര് കയറിയെങ്കിൽ അതിൻ്റെ പ്രായച്ചിത്തവും പരിശുദ്ധിയും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ മാഞ്ഞു. ഇപ്പോൾ ഗോശാലയൊക്കെ കെട്ടി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വാനപ്രസ്ഥത്തിലേക്കാണല്ലോ, അടുത്ത് വാനപ്രസ്ഥമായിരിക്കാം. പക്ഷെ പിണറായിയുടെ ഈ അയ്യപ്പ ഭക്തി അത് വോട്ടായി മാറുമോ? അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു വോട്ടേഴ്സാണ്. ഹിന്ദു വോട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മതം നോക്കിയിട്ടല്ല പലരും വോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ജനിക്കുമ്പോഴേ പലർക്കും രാഷ്ട്രീയം ഉണ്ടാകാം. അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടുള്ള ബലാബലം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സാറ് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് പിണറായിയുടെ കൂടെ ഇറങ്ങിയ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അവിടെ 500 പേരെ എത്തിയുള്ളൂ എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും പോയിട്ട് പൊതുജനങ്ങളായിട്ട് 500-ൽ താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നു എന്നുള്ള അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോൾ ഈ 7000-ഓളം ശാഖകളുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP ആൾക്ക് ഒരാളെ കൊണ്ടുപോയെങ്കിൽ പോലും അവിടെ നിറഞ്ഞു പോയത്. അതെ. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ശാഖയിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
വെള്ളാപ്പള്ളി പറഞ്ഞാൽ അനുസരിക്കുന്നവരാണോ ശാഖയിലുള്ള എല്ലാവരും? ഞാൻ ഒരാളെ പറയുന്നുള്ളൂ. വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി അധ്യക്ഷനായ ഒരാളെങ്കിലും അനുസരിക്കുമല്ലോ. ഒരാളെങ്കിലും അനുസരിച്ചിരുന്നെങ്കിൽ അവിടെ 7000 പേരുണ്ടാവേണ്ടതാണ്. അതേപോലെ നമ്മുടെ പോപ്പ് എന്ന് പറയുന്ന സുമാരൻ നായരും പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ അത്രയും കരയോഗങ്ങളും അത്രയും അധ്യാപകർ 7000 ചില്ലുവാൻ അധ്യാപകർ അവരുടെ സ്കൂളുകളിലുണ്ട്. NSSൻ്റെ സ്കൂളുകളിലുള്ള അധ്യാപകർ മാത്രം പോയിരുന്നെങ്കിൽ തന്നെ ശബരിമല പ്രളയമാണ്. എന്തേ പോയില്ല? പുന്നല ശ്രീകുമാർ ഉണ്ടായിരുന്നല്ലോ, KPMS. പുന്നല ശ്രീകുമാർ ഉണ്ട്, അവർ ചെറിയ വിഭാഗം എന്ന് വയ്ക്കാം, പോട്ടെ. അപ്പം ഈ പിണറായിയുടെ സ്തുതിപാഠകരെ എല്ലാം കൊണ്ടുപോയി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നിന്ന ഹിന്ദു പാർലമെൻറ്റിൽ ആരും അവിടെ പോയില്ല എന്നുള്ളതാണ്. അവർ നല്ലോണം ശ്രമിച്ചെങ്കിലും ഹിന്ദു പാർലമെൻറ്റിൻ്റെ സന്യാസിമാർ കാവ്യവസ്ത്രം ഉടുത്ത ആരെങ്കിലും സാറ് വേദിയിൽ കണ്ടായിരുന്നു? ഒരു തമിഴ്നാട്ടിലൊരു മന്ത്രി മാത്രം കാവ്യൊക്കെ ഉടുത്തിട്ട് അദ്ദേഹം ദർശനത്തിന് വന്നുകൊണ്ട് നിൽക്കുന്നു. ബാക്കി കാവ്യ ഉടുത്തവരോ സന്യാസിമാരോ അല്ലെങ്കിൽ ഹിന്ദു ആചാര്യന്മാരോ ആരുമില്ലാതിരുന്ന ഒരു സംഗമത്തിന് അയ്യപ്പൻ സർവ്വവ്യാപിയാണ്, അയ്യപ്പനുണ്ടാവും. പക്ഷേ ബാക്കി സന്യാസിമാരും ഹിന്ദു സമൂഹത്തിൽ നിന്ന് വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് പറയേണ്ടവരൊന്നും അവിടെ ഇല്ലായിരുന്നു. BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അപ്പുറത്ത് BJPയുടെ കൂടെ നിർത്തുകയും ഇപ്പുറത്ത് പിണറായിയുടെ കാറിൽ നിന്ന് മകൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് വോട്ടാവുമോ എന്നുള്ളത് ഈ 77% വരുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടിൽ കണ്ണു വച്ചിട്ടാണ് ശ്രീ പിണറായി വിജയൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് വോട്ട് കുത്തുന്ന കാലമൊക്കെ ഈഴവ സമുദായത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഭക്തി വരുമ്പോഴത്തേക്ക് വേറൊന്നും വരത്തില്ല. പക്ഷേ കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ കൈകാര്യം അത് വാങ്ങിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ആ വോട്ടുകൾ പോകുമ്പോഴത്തേക്ക് അത്രയും അതിൻ്റെ ബെനിഫിറ്റ് പോകുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. അവിടെ വരുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് കൊടുത്താൽ ഇവർ ജയിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് പലരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനകത്ത് വോട്ട് പോകുന്നത്. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർത്തി മുൻകൂർ പ്രവർത്തനം നടത്തി. ഇപ്പോൾ ഇതിനകത്ത് BJP ആണ് ഇത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ട ഒരു പാർട്ടി. VD സതീശനോ കോൺഗ്രസ്സുകാരോ ആരും പോയില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒന്നാണ്. പക്ഷേ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഹിന്ദു മതവിഭാഗങ്ങളുടെ വോട്ട്, ഹിന്ദു പക്ഷ വോട്ടുകൾ, ഹിന്ദു മതവിഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് ഹിന്ദു പക്ഷ വോട്ടുകൾ BJPക്ക് പോകുന്നതിന് പകരം കോൺഗ്രസ്സിന് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ 19 MLA-മാരെയും 19 MP-മാരെയും കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചതിൻ്റെ പുറകെ കോൺഗ്രസ് വിരുദ്ധ വികാരമല്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരവും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ആ വോട്ടത്രയും പോയത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, വിതയ്ക്കുന്നത് പിണറായി, കൊയ്യുന്നത് കോൺഗ്രസ്സാണെന്നേ ഉള്ളൂ. BJPക്കാർ അവർ വരമ്പത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇതാണ് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം പിണറായി പമ്പയിൽ പ്രകടിപ്പിച്ച ആ ഭക്തി ഒരു കപട നാടകമായിട്ട് ജനത്തിന് തോന്നത്തുള്ളൂ. അങ്ങനെ എടുക്കൂ. രാഷ്ട്രീയക്കാരല്ലേ, വോട്ടിന് വേണ്ടിയിട്ട് അവർ നമ്മൾ ഇലക്ഷന് കാണാറില്ല. ഇലക്ഷൻ സമയത്ത് വന്നിട്ട് ഒരു പരിചയമില്ലാത്തവരുടെ കുട്ടിയെടുക്കുകയും ഓമനിക്കുകയും അവരുടെ കുട്ടികളെ പോലും ഇത്രയും ഓമനിച്ച് കാണില്ല. കുട്ടികളെടുക്കുന്നു, ഓമനിക്കുന്നു, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് കണ്ടാൽ മതി. എന്തായാലും ഈ സർക്കാർ തുടരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് BJP ആണ്. BJP കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ നോക്കി ഇരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ പ്രസിഡൻ്റായി, സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴത്തേക്ക് BJPയുടെ പഴയ ഒരുപാട് പ്രവർത്തകർക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു, ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ നടപടികളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടോ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ശക്തമായ 1-2 പ്രസംഗങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തു, മരുമകനെതിരായിട്ടൊക്കെ 1-2 പ്രസംഗങ്ങൾ ചെയ്തു. പക്ഷേ അതോടെ അത് അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. BJP തീരുമാനിക്കണം അവർ ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം, അവർക്ക് ജയിക്കണോ വേണ്ട, ഇതെല്ലാം അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് കേരളത്തിൽ ആരെ വേണമെങ്കിലും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ശക്തിയുള്ള ഒരു പാർട്ടിയാണ് BJP. കാര്യം 20% വോട്ട് എല്ലാ മണ്ഡലത്തിലും നിർണായകമാണ്. ആ വോട്ട് കൊണ്ട് ആരെ എവിടെ ജയിപ്പിക്കണം അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ BJPയിൽ ബുദ്ധിപരമായ ഒരു നേതൃത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരിക്കലും കേരളത്തിൽ തിരിച്ചധികാരത്തിൽ വരാൻ സാധിക്കില്ല. കാര്യം നമ്മൾ ഇലക്ട്രൽ അനാലിസിസ് നോക്കുമ്പോഴത്തേക്ക് 60ഓളം മണ്ഡലങ്ങൾ, നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി 60ഓളം മണ്ഡലങ്ങളിൽ BJP എക്കാലം കൂടുതൽ കുറച്ച് വോട്ടാണ് അവർക്ക് ഭൂരിപക്ഷമായിട്ട് കിട്ടിയത്. ആ മണ്ഡലങ്ങളിൽ BJP വെറുതെ മത്സരിച്ചിട്ട് CPM-നെ ജയിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്.
ഇനി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും കാരണം. BJP പിടിക്കുന്ന വോട്ടുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കുറയുന്നുമില്ല, UDFൻ്റെ വോട്ടുകൾ കുറയുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു തുടർ ഭരണം മണത്തത് കൊണ്ടാണ് നമ്മൾ ഈ ശ്വാനന്മാർക്ക് മണം പിടിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അധികാരത്തിൻ്റെ മണം പിടിച്ചുകൊണ്ടായിരിക്കും കാറിൽ ചിലരൊക്കെ കയറിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.